നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 9 ദിവസങ്ങളിലും ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രിയുടെ 4-ാം ദിവസം ദുർഗാദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തെ ആരാധിക്കുന്നു. സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരത്തിൻ്റെ അർത്ഥം. സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കൂഷ്മാണ്ഡാദേവി. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് ദേവി. ദേവി അഷ്ടഭുജയാണ്. 7 കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് ദേവിയുടെ 8ാമത്തെ കൈയിൽ ധരിച്ചിട്ടുള്ളത്. ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യ ദോഷമുള്ളവരും ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ഈ ദിനത്തിൽ ദേവിയെ ആരാധിച്ചാൽ അത് ഇഷ്ടമംഗല്യഭാഗ്യം നൽകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ചുവന്ന പുഷ്പങ്ങളാണ് ദേവിക്ക് പ്രിയം. ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് ഇനി പറയുന്ന മന്ത്രങ്ങൾ ജപിച്ച് ദേവിയുടെ ചിത്രത്തിലേക്കോ അല്ലെങ്കിൽ വിളക്കിൻ ചുവട്ടിലോ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സർവാഭീഷ്ട സിദ്ധിക്കും ദേവിയുടെ അനുഗ്രഹത്തിനും ഉത്തമമാണ്. മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓം ദേവി കൂഷ്മാണ്ഡയേ നമഃ. സുരാസമ്പൂർണകലശം രുധിരാപ്ലുതമേവ ച ദധാനാഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡാശുഭദാസ്തു മേ. യാ ദേവി സർവഭൂതേഷു മാ കൂഷ്മാണ്ഡരൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ. നവരാത്രി ദിനങ്ങളിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.